നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 20 വെള്ളിയാഴ്ചയാണ്. ആദ്യം ഇന്ത്യൻ വിപണിയിലേക്ക്. നിഫ്റ്റിയും സെൻസെക്സും ചെറിയ പോയിന്റ്സ് മാത്രമാണ് ഇടിഞ്ഞത്. എന്നാൽ മിഡ് ക്യാപ് സൂചികയാണ് ഇന്നലെ വലിയ നഷ്ടത്തിലേക്ക് പോയത്. ഏകദേശം 2% അടുത്ത് ഇടിയുകയുണ്ടായി. ഇന്നലെ പ്രധാനപ്പെട്ട എല്ലാ സെക്ടറുകളും റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ഓട്ടോ സെക്ടർ മാത്രമാണ് സ്വല്പം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഇനി US മാർക്കറ്റുകളിലേക്ക്. ഇന്നലെ US മാർക്കറ്റുകളിൽ ഹോൾഡ് ഡേ ആയിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് ഇടിവിൽ തന്നെയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളെ ഇപ്പോഴും ടെൻഷനിലാക്കുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കപ്പെടാത്തതിനാൽ നിക്ഷേപകർ ഇപ്പോഴും പരിഭ്രാന്തിയിൽ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് ഇടിയാനുള്ള കാരണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെഹ്റാനെ നേരിട്ട് ആക്രമിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. നേരത്തെ ട്രംപ് ഇറാനോട് പൂർണ്ണമായും കീഴടങ്ങാനും ആവശ്യപ്പെട്ടിരുന്നു. മറ്റ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ നെഗറ്റീവിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്തത്. ഇന്നലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഭാഗത്തു നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വന്നു. നിരക്കുകളിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇന്നലെ ക്ലോസ് ചെയ്തതിൽ UK മാർക്കറ്റ് മാത്രമാണ് 0.59% ഇടിവുണ്ടാക്കിയത്. മറ്റുള്ള ഫ്രാൻസ് മാർക്കറ്റ് CACയും ജർമ്മൻ മാർക്കറ്റ് ഡാക്സും 1% മുകളിലാണ് ഇടിഞ്ഞത്. മറ്റ് അസറ്റ് ക്ലാസ്സുകളിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഇപ്പോൾ $104,000 ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് പ്രൈസുകളിൽ ഇന്നലെ 0.1% നേട്ടമാണ് ഉണ്ടായത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 74,120 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക്. ഇറാനെതിരായ ആക്രമണം വർദ്ധിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിനോട് പറഞ്ഞതിനെ തുടർന്ന് വ്യാഴാഴ്ച എണ്ണവില ഏകദേശം 3% ഉയർന്നു. എന്നാൽ ക്രൂഡ് ഓയിൽ ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് നെഗറ്റീവിലുമായിരുന്നു. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത് എന്നാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിലോ നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ വെറും 799 രൂപയ്ക്കോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ ഇതേ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. നികുതി വെട്ടിപ്പ് തടയുന്നതിനായി സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതിയിൽ സർക്കാർ നിയമങ്ങൾ കർശനമാക്കുന്നു. ഇന്ത്യൻ സർക്കാർ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി കർശനമാക്കിയിട്ടുണ്ട്. ചിലർ നികുതി കുറയ്ക്കുന്നതിനായി സ്വർണവും വെള്ളിയും മറ്റു ലോഹങ്ങളുമൊക്കെയായി കലർത്തുന്നു. ഇത്തരം ഇറക്കുമതികൾക്ക് പ്രത്യേക അനുമതി ആവശ്യമാണ്. 1% കൂടുതലുള്ള സ്വർണമോ വെള്ളിയോ അടങ്ങിയ പലേഡിയം കൂടാതെ വൈദ്യശാസ്ത്രത്തിൽ തുടങ്ങിയ ദ്രാവക രൂപത്തിലുള്ള സ്വർണവും വെള്ളിയും ഇറക്കുമതി ചെയ്യുന്നതിനും അനുമതി ആവശ്യമാണ്. പ്ലാറ്റിനവുമായി കലർന്ന സ്വർണം ആളുകൾ കൊണ്ടുവരുന്നത് തടയാൻ 99% താഴെ പരിശുദ്ധിയുള്ള പ്ലാറ്റിനം ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നിയമങ്ങളും നേരത്തെ സർക്കാർ കൊണ്ടുവന്നിരുന്നു. സർക്കാരിന് വലിയ രീതിയിലുള്ള റവന്യൂ നഷ്ടമൊക്കെ ഉണ്ടാവുന്നത് കാരണമാണ് ഗോൾഡിന്റെയും സിൽവറിന്റെയും ഒക്കെ നിയമങ്ങൾ ഇപ്പോൾ കർശനമാക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം നെസ്ലെ ഇന്ത്യ. ഓഹരി ഉടമകൾക്ക് ബോണസ് ഓഹരികൾ നൽകുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കാൻ നെസ്ലെ ഇന്ത്യ ബോർഡ് യോഗം ജൂൺ 26 ചേരും. നെസ്ലെ ഇന്ത്യ സാമ്പത്തികമായി വളരെ ശക്തമാണ് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ജൂൺ 23 മുതൽ നെസ്ലെ ഇന്ത്യയും ഇൻഡസിൻ ബാങ്കും സെൻസെക്സിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. ഈ സ്റ്റോക്കുകൾക്ക് പകരമായി ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സുമാണ് ചേർക്കപ്പെടുക. അടുത്തത് HDFC ബാങ്കാണ്. HDFC ബാങ്കിന്റെ ബാങ്കിംഗ് ഇതര ധനകാര്യ വിഭാഗം ജൂൺ 25 മുതൽ 27 വരെ 12,500 കോടി രൂപ വരെയുള്ള IPO ആരംഭിക്കും. അടുത്തത് ഗാലന്റ് ഇസ്പെറ്റ് എന്ന കമ്പനിയാണ്. ഗാലന്റ് ലൈഫ് സയൻസ് ഡെവലപ്പേഴ്സിന്റെ 33% ഓഹരികൾ 73 കോടി രൂപയ്ക്ക് ഗാലന്റ് ഇസ്പെറ്റ് വാങ്ങും. സ്റ്റീൽ ബിസിനസിനപ്പുറം റിയൽ എസ്റ്റേറ്റിലേക്ക് കൂടി അവരുടെ ചുവട് വയ്ക്കുക എന്നത് തന്നെയാണ് നീക്കം. അടുത്തത് അശോക ബിൽഡ്കോൺ എന്ന കമ്പനിയാണ്. കമ്പനിക്ക് 562 കോടി രൂപയുടെ പുതിയൊരു കരാർ ഗുയാന ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അടുത്ത കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. പൊതുമേഖലാ ലോജിസ്റ്റിക് കമ്പനിയായ കോൺകോർ 2025 ജൂലൈ 4 1:4 ബോണസ് ഓഹരി ഇഷ്യൂവിന്റെ റെക്കോർഡ് തീയതി നിശ്ചയിച്ചു. അടുത്ത ITD സിമെന്റേഷൻ എന്ന കമ്പനിയാണ്. കേരളത്തിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും 2 പുതിയ ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചു. ഈ ഓർഡറുകളുടെ മൊത്തം മൂല്യം 960 കോടി രൂപയാണ്. അടുത്തത് ബ്രിഗേഡ് എന്റർപ്രൈസസ് ആണ്. ഫ്രഞ്ച് ബാറ്ററി കഫേ ബ്രാൻഡായ പോൾ ബാംഗ്ലൂരുവിൽ ആദ്യ ഔട്ട്ലെറ്റ് തുറക്കുമെന്ന് ബ്രിഗേഡ് എന്റർപ്രൈസസ് അറിയിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ABFRL, ബയോകോൺ, CDSL, ഹഡ്കോ, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക്, ടിറ്റാഗ്ര റെയിൽ തുടങ്ങിയവയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ട്രേഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇപ്പോൾ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന റെഗുലർ ബാച്ചിന് പുറമെ ഒരു വീക്കെൻഡ് ബാച്ച് കൂടി നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണി തൊട്ടിട്ടൊക്കെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള പല സുഹൃത്തുക്കൾക്കും
ഇപ്പോഴത്തെ ഈ റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു അസൗകര്യമൊക്കെ അറിയിച്ചതിനെ തുടർന്നാണ് നമ്മളിപ്പോൾ വീക്കെൻഡ് ബാച്ച് കൂടി ആരംഭിക്കുന്നത്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എല്ലാ ദിവസവും പറയുന്നതുകൊണ്ട് ഇന്ന് അത് പറയുന്നില്ല. ഇനി ആർക്കെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIs ഇന്നലെയും ബൈയിങ്ങിൽ തന്നെയായിരുന്നു. കൂടുതൽ ബൈ ചെയ്തത് ഇന്നലെ FIs തന്നെയായിരുന്നു. 935 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തത്. DIs ആവട്ടെ 606 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.05% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.18% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.52% നേട്ടത്തിൽ, ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 0.08% 20 പോയിന്റ്സിന്റെ നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി 24,793 19 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെയും ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതായത് ഒരു സൈഡ് വൈസിലാണ് പിന്നെയും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും പക്ഷേ ഇന്നലത്തെ ക്ലോസിങ്ങോടെ 20-ഡേ EMAയ്ക്കും കൂടാതെ ബോളിഞ്ചർ ബാൻഡിന്റെ മിഡിൽ ലെവലിനും താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയും തിങ്കളാഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. 24,700 തിങ്കളാഴ്ചത്തെ ലോ ലെവലായിട്ട് വരുന്നത്. അതിന് താഴെ പിന്നീട് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായി വരുന്നത് 24,400 മുതൽ 24,500 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. അപ്സൈഡിൽ നമ്മുടെ ആ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്പ് മൂവിനുള്ള സാധ്യതകളുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,800, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്കാണ്. കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 24,700 സ്ട്രൈക്കിൽ 40% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ വെറും 30% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. 24,650 സ്ട്രൈക്കിൽ 110% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 25% മാത്രം വർധനവ് ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,750 സ്ട്രൈക്കിൽ 301% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 97% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,577 251 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് ഒരു ക്ലിയർ സൈഡ് വൈസിൽ തന്നെയായിരുന്നു. അതായത് 55,362 55,970 എന്ന ആ ഒരു സോണിനുള്ളിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സോണിൽ നിന്നും ഒരു ക്ലിയർ ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് ലഭിച്ചാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി സൈഡ് ആണോ ഡൗൺ സൈഡ് ആണോ എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ബാങ്ക് നിഫ്റ്റിയും 20-ഡേ EMAയ്ക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 56,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൽ നമ്മൾ നൽകുന്ന എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസിൻ്റെയും അപ്ഡേറ്റുകൾ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ നൽകാറുണ്ട്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം ഞങ്ങളുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷനുകൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.